തിരുവനന്തപുരം ദേശീയപാതയിൽ വാഹനാപകടമുണ്ടായിരിക്കുന്നു. വെൺപാലവട്ടത്ത് സ്കൂട്ടർ നിയന്ത്രണം തെറ്റി ആണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ഒരാൾ മരിച്ചിരിക്കുന്നു. സിമി ആണ് മരിച്ചിരിക്കുന്നത്. കുഞ്ഞടക്കം 3 പേർ മേൽപ്പാലത്തിൽ നിന്ന് സർവീസ് റോഡിലേക്ക് വീഴുകയായിരുന്നു. തിരുവനന്തപുരത്ത് ദേശീയപാതയിൽ വാഹനാപകടമുണ്ടായിരിക്കുന്നു. വെൺപാലവട്ടത്ത് സ്കൂട്ടർ നിയന്ത്രണം തെറ്റിയാണ് അപകടമുണ്ടായിരിക്കുന്നത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരാൾ മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഏറ്റവും പുതുതായി വരുന്നത്. കുഞ്ഞടക്കം 3 പേർ മേൽപ്പാലത്തിൽ നിന്ന് സർവീസ് റോഡിലേക്ക് വീഴുകയായിരുന്നു. ഇപ്പോൾ വിശദാംശങ്ങളുമായി അഞ്ജു ചേരുന്നുണ്ട്. അഞ്ജു, ഇത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വാർത്ത? അഞ്ജുവിലേക്ക് വരാം. തിരുവനന്തപുരത്ത് ദേശീയപാതയിൽ വാഹനാപകടമുണ്ടായിരിക്കുന്നു. വെൺപാലവട്ടത്താണ് അപകടമുണ്ടായിരിക്കുന്നത്. സ്കൂട്ടർ നിയന്ത്രണം തെറ്റിയാണ് അപകടമുണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ഒരാൾ മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്നത്. കുഞ്ഞടക്കം 3 പേർ മേൽപ്പാലത്തിൽ നിന്നും സർവീസ് റോഡിലേക്ക് വീഴുകയായിരുന്നു. എന്നിരുന്നാലും അപകടം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അഞ്ജു ഉണ്ട് വിശദാംശങ്ങളുമായി. അഞ്ജു, ഇതെന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു ഈ ഒരു അപകടം? ക്ഷമിക്കണം, ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ദേശീയപാതയോരത്ത് വെൺപാലവട്ടത്താണ് ഈ സ്കൂട്ടർ നിയന്ത്രണം തെറ്റി അപകടമുണ്ടായിരിക്കുന്നത്. ഒരു കുഞ്ഞടക്കം 3 പേരാണ് മേൽപ്പാലത്തിൽ നിന്ന് സർവീസ് റോഡിലേക്ക് വീണത്. സഹോദരങ്ങളായിട്ടുള്ള കോവളം സ്വദേശിയായിട്ടുള്ള സിമി, ഈ സിമിയുടെ മകൾ ശിവന്യ എന്നിവരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇവർ 3 പേർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ വീഴ്ചയിൽ സിമിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. സിമി കിംസ് ആശുപത്രിയിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതിനെ തുടർന്ന് ഇപ്പോൾ അല്പസമയം മുമ്പ് സിമി മരണപ്പെട്ടു എന്നൊരു വാർത്തയാണ് കിംസ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്. മറ്റു 2 പേരും നിലവിൽ ഇപ്പോൾ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ്. വൺ വേ ആയിട്ടുള്ള ദേശീയപാതയിലാണ് ഉറങ്ങിപ്പോയതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുകളിലുള്ള ഫ്ലൈ ഓവറിൽ ഡിവൈഡറിൽ ഇടിച്ചതിന് ശേഷം താഴേക്ക് പതിക്കുകയായിരുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഒരുപക്ഷെ പ്രേക്ഷകർ കാണുന്നുണ്ടാവുക. വളരെ ഗുരുതരമായ പരിക്കാണ് 3 പേർക്കും പറ്റിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ സിമി മരണപ്പെട്ടു എന്നൊരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ഇതിൽ ആരാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നതെന്നുള്ള കാര്യം വ്യക്തമാണോ? ഇപ്പോഴത്തെ അവരുടെ ഒരു സാഹചര്യം, ആരോഗ്യനില എങ്ങനെയാണോ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിമിയാണ് വാഹനം ഓടിച്ചിട്ടുണ്ടായിരുന്നത്. സിമി പുറകിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഈ പുറകിലിരുന്ന സിമിയാണ് ഇപ്പോൾ മരണപ്പെട്ടത് എന്ന വാർത്ത പുറത്തേക്ക് വരുന്നത്. സിമിയുടെ ഈ വീഴ്ചയിൽ സിമിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. തുടർന്ന് കിംസ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. അവിടെ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ വെച്ച് ഇപ്പോൾ മരണപ്പെട്ടു എന്നൊരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. കൃത്യമായ സമയത്ത് തന്നെ അതിൽ രക്ഷാപ്രവർത്തനം നടത്താനായി സാധിച്ചിട്ടുണ്ടോ? കാരണം ആ ദൃശ്യങ്ങളിൽ നിന്ന് അതിനുശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നില്ല. കൃത്യമായ സമയത്ത് തന്നെ അവരെ ആശുപത്രിയിൽ എത്തിക്കാനൊക്കെ ആ സാഹചര്യം അവിടെ നടന്നിരുന്നു. ഈ അപകടം സംഭവിച്ചത് ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്ക് ഈ അപകടം സംഭവിച്ചതിന് ശേഷം തൊട്ടു പിന്നാലെ വരുന്ന വാഹനങ്ങൾ നിർത്തി ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നാണ് നിലവിൽ പ്രാഥമികമായിട്ട് നമുക്ക് കിട്ടുന്ന വിവരം. അതിനെ കിംസ് ആശുപത്രിയിലേക്കാണ് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ചികിത്സയിൽ തുടരുമ്പോഴാണ് ഇപ്പോൾ മരണം സംഭവിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശരി അഞ്ജു.